അയ്യോ, വൈകിട്ട് 6:30 ഞങ്ങൾ ഇറങ്ങി. നമ്മുടെ കുട്ടുവിന്റെ ഒരു കോമഡി സീൻ കാണാം. ഹലോ, അയ്യോ. ഈസ്റ്റ് ഫോർട്ടിലേക്ക് ഞങ്ങൾ ബസ് കയറി. ബേബി ഗേൾ എന്ന പുതിയ നിവിൻ പോളി അഭിനയിച്ച സിനിമയിലെ ക്ലൈമാക്സ് സീൻ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. തിരുവനന്തപുരത്തിന്റെ ഒരു അഭിമാനം തന്നെ കേട്ടോ ഈ ഒരു സ്കൈ ബ്രിഡ്ജ്. ലിഫ്റ്റ് സൗകര്യവും ക്ലീൻലിനെസ്സും എല്ലാം ഉള്ള ഈ സ്കൈ ബ്രിഡ്ജ് എന്തുകൊണ്ട് ആളുകൾ യൂസ് ചെയ്യുന്നില്ല എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ലെഫ്റ്റ് ഓർ റൈറ്റ്? ഓ, അടിപൊളിയല്ലേ, ലെഫ്റ്റാ. കഴിഞ്ഞ ആഴ്ച കിഴക്കേക്കോട്ട നടന്ന ലക്ഷദ്വീപിലെ ചില ദൃശ്യങ്ങൾ, ഓ എന്താ ലുക്കല്ലേ. നഗരക്കാഴ്ചകൾ ബസ് ടൈമിങ്സ് അറിയാത്തതുകൊണ്ട് KSRTC സ്റ്റാൻഡിലേക്ക് ഞങ്ങൾ തിരക്കിട്ട് നടന്നു. ഗൈസ്, ഞങ്ങൾ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. ടിക്കറ്റ് കിട്ടിയില്ല. ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കണം. നേരത്തെ ബുക്ക് ചെയ്ത് വരണം കേട്ടോ. അറിയാത്തവർക്കായി ഷെയർ ചെയ്യാം. KSRTC സ്വിഫ്റ്റ് ആപ്പിൽ സ്റ്റാർട്ടിംഗ് പ്ലേസ് ഈസ്റ്റ് ഫോർട്ട് സിറ്റി റൈഡ് എന്നും എൻഡിംഗ് പ്ലേസ് ഈസ്റ്റ് ഫോർട്ട് എന്നും കൊടുത്താൽ മാത്രമേ നഗരക്കാഴ്ചകൾ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പിറ്റേ ദിവസം എത്തി. എന്താണെന്നറിയില്ല, ഫ്ലൈറ്റ് ബോർഡ് ചെയ്യുന്ന പോലൊരു എക്സ്പീരിയൻസ് തോന്നി. താഴെ ഇരിക്കാൻ 100 രൂപയും പെർ ഡെക്കിൽ 200 രൂപയുമാണ് ചാർജ്. എന്തായാലും താഴെ ഇരിക്കാനല്ലോ ഈ ബസ്സിൽ നമ്മൾ കയറുന്നത് അല്ലേ. അത്യാവശ്യം ആളുകളുണ്ട്. അപ്പർ ഡെക്കിലെ ബാക്ക് സീറ്റ് റോ ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഉയർന്ന സീറ്റ്. ചരിത്രപരമെന്ന അനന്തപുരയുടെ മണ്ണിലേക്ക് എല്ലാ മലയാത്രക്കാരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യെസ്, നമ്മുടെ നഗരക്കാഴ്ചകൾ ബസ് റൈഡ് ഇവിടെ തുടങ്ങുന്നു. ലോകത്തിലെ തന്നെ സമ്പന്ന ക്ഷേത്രമായ പത്മനാഭസ്വാമി ക്ഷേത്രം, ലെഫ്റ്റ് സൈഡ് പഴമങ്ങാടി ഗണപതി ക്ഷേത്രമാണ്. ഇപ്പോഴും മിലിറ്ററിയുടെ കീഴിലാണ് ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. തൊട്ടു മുന്നിലിരിക്കുന്ന വൈറ്റ് ഷർട്ട് ഇട്ട ചേട്ടനാണ് ഈ ബസ്സിലെ കണ്ടക്ടർ. നമ്മൾ കേൾക്കുന്ന അനൗൺസ്മെന്റും പുള്ളി മൈക്കിൽ ലൈവായിട്ട് പറയുന്നതാണ്. തിരുവിതാംകൂറിന്റെ മാസത്തിൽ കൂടി വരാറുള്ള ദർബാർ കൂടുതലിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റായി പ്രവർത്തിക്കുന്നു. മുഖ്യമന്ത്രിയുടെയും വകുപ്പ് മന്ത്രിമാരുടെയും ഓഫീസുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു. തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗം എന്നറിയപ്പെടുന്ന പാളയം. ഇടതുഭാഗത്തായി ലെഫ്റ്റ് സൈഡ് ദേവസ്വം ബോർഡിന്റെ വിനായക ക്ഷേത്രം, തൊട്ടുചേർത്ത് തന്നെ പാളയം ജുമാ മസ്ജിദ്. ഇതിന്റെ പുറകുവശത്തായി ഒരു ക്രിസ്തീയ ദേവാലയം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരു കോമ്പൗണ്ടിൽ 3 മതസ്ഥരുടെ ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് പാളയം. മതസൗഹാർദ്ദത്തിന് പേരുകേട്ട പാളയം ലോകത്തെ പ്രദർശിപ്പിക്കുന്ന പള്ളി എന്ന് അറബിക് വഴി വിശേഷിപ്പിക്കുന്ന പാളയം ജുമാ മസ്ജിദ്. റൈറ്റ് സൈഡ് പാളയം ചർച്ച്. ഈ ചർച്ചിന്റെ ആകാശ കാഴ്ചയിൽ കുരിശിന്റെ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയം കേരള പോലീസ് സേനയിലെ ആദ്യ IG എന്ന ചന്ദ്രശേഖരനാഥ് സാറിനെ ഓർമ്മിക്കാൻ നിർമ്മിക്കപ്പെട്ടതാണ് ഒരു സ്റ്റേഡിയമായി പ്രവർത്തിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള CSI ചർച്ചാണ്. പൂർണ്ണമായും പാറക്കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ചർച്ചാണ്. റൈറ്റ് സൈഡ് ട്രിവാൻഡ്രം കോർപ്പറേഷൻ ഓഫീസ്, നഗരസഭ കാര്യാലയം. ലെഫ്റ്റ് സൈഡ് തിരുവനന്തപുരത്തിന്റെ മ്യൂസിയം, മ്യൂസിയം എന്നറിയപ്പെടുന്നു. ക്യാപ്റ്റൻ ലക്ഷ്മി പാർക്ക്. ലെഫ്റ്റ് സൈഡ് കനൈക്കുന്ന് പാലസ്. ഇടതുഭാഗത്തായി കനൈക്കുന്ന് കൊട്ടാരം. പ്രകൃതിയായ മോഹിനിയാട്ടം കലാകാരിയും മാനവീയം വീതി. രാത്രികാലങ്ങളിൽ പാട്ട് ഡാൻസ് കരകയറുന്ന തിരുവനന്തപുരത്തിന്റെ മാനവീയം വീതി. ആർടെക് ഗ്രൂപ്പിന്റെ ഈ സൈറ്റ് ബോംബെയിലെ മുകേഷ് അംബാനിയുടെ ഫ്ലാറ്റിന്റെ മോഡൽ ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡ് സ്വാമി വിവേകാനന്ദ പാർക്ക്. റൈറ്റ് സൈഡ് സ്വാമി വിവേകാനന്ദ പാർക്ക്. ഫാമിലികൾക്ക് ഈവനിങ് വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ്. കിഡ്സ് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്.
ഈ സ്ഥലം അറിയാത്ത ആരും തിരുവനന്തപുരത്തുണ്ടാവത്തില്ല. ഷവായി ചിക്കൻ്റെ ഹബ്ബാണിത് സംസം. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി. കഴിയാറായപ്പം എന്തോ ചെറിയൊരു വിഷമം. കാരണം അത്രയും നല്ലൊരു യുണീക്ക് ട്രാവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ബൈ ബൈ നഗരക്കാഴ്ചകൾ ബസ്. താങ്ക് യു KSRTC. ഹാപ്പി അല്ലേ? നഗരക്കാഴ്ചകൾ.